വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ജീവികളെ ജീവൻ തുടിക്കുന്ന രീതിയിൽ അതേപടി ഇന്നും സൂക്ഷിക്കുന്ന ഒരു സ്ഥലം. നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായ അനേകം ജീവികളെ അടുത്തറിയാൻ ഒരു അവസരം കൂടിയാണ് ഈ മ്യൂസിയം നമുക്കായി ഒരുക്കുന്നത്. 1964 സ്ഥാപിതമായ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. ഈ മ്യൂസിയത്തിന് ഇടതുവശത്തായി 2 കോടി വർഷം പഴക്കമുള്ള മര ഫോസിലുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് എൻട്രി ഫീ. ജീവികളെ സ്റ്റഫ് ചെയ്ത് ഇന്നും ഈ മ്യൂസിയത്തിൽ അതേപടി നിലനിർത്തുന്നു. കൊത്തുപണികളോട് കൂടിയ വലിയൊരു ഹാളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മുമ്പ് മൃഗശാലയിൽ മരണപ്പെട്ട കാണ്ടാമൃഗമാണ് ഈ നിൽക്കുന്നത്. രക്ഷപ്പെടുന്നവർ ആരുമുണ്ടാകില്ല, ഭാവി എന്നൊന്നില്ല. ഇതേ രൂപത്തിൽ ഇനി ഒരു ജീവനും ഉണ്ടാകില്ല. സങ്കല്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും പൂർണ്ണമായ അന്ത്യമാണത്. നാം കാണുന്ന ഒരു പ്രകാശരശ്മിക്ക് പോലും ഒരിക്കലും കടക്കാനാവാത്ത അന്ധകാരം. അതാണ് നാം തൊട്ടറിയുന്ന വംശനാശം. ഹെൻറി ബി ഹങ്കിന്റെ ഈ പ്രശസ്തമായ വരികളിലൂടെയാണ് നമ്മളെ ഈ മ്യൂസിയം സ്വാഗതം ചെയ്യുന്നത്. ഒറിജിനൽ അസ്ഥികൂടങ്ങളുടെ സെക്ഷനിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. മനുഷ്യനിൽ തുടങ്ങി കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആന, കടലിലെ തിമിംഗലം, മറ്റ് അനവധി ജീവികളുടെ സ്കെൽറ്റൻസും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഓരോ അസ്ഥികൂടത്തിന്റെയും സമീപത്തായി അതിന്റെ ഫോട്ടോയും വിവരണങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൊന്നും സ്പർശിക്കാനുള്ള അനുമതി നമുക്കില്ല. അടുത്തതായി പക്ഷികളുടെ സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു കാലത്ത് ജീവിച്ചിരുന്ന പക്ഷികളെ അവയുടെ മരണശേഷം സ്റ്റഫ് ചെയ്ത് ജീവൻ തുടിക്കുന്ന രീതിയിൽ ഇവിടെ സംരക്ഷിക്കുന്നു. ഇവയൊക്കെ മരണപ്പെട്ടതാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. ഇവയുടെ കണ്ണുകൾ മാത്രമാണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ഫ്ലോറിലെ കാഴ്ചകൾ കാണാം. സ്റ്റെയർകേഴ്സിന് സമീപത്തായി വംശനാശം സംഭവിച്ച ജീവികളുടെ ഒരു മായിക ലോകം തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും കയറി ചെല്ലുന്നത് മാമൽസ് ഗാലറിയിലേക്കാണ്. ഇവിടെ ജീവികളെ അവയുടെ ആവാസമനുസരിച്ച് 3 സോണുകളായി തരംതിരിച്ചിട്ടുണ്ട്. ഒരു വനത്തിൽ ചെന്നുപെട്ട ഫീലാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്.
ഏഷ്യൻ സോൺ, ആഫ്രിക്കൻ സോൺ, അമേരിക്കൻ സോൺ എന്നിങ്ങനെ 3 സോണുകളായിട്ടാണ് ജീവികളെ ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവരും കണ്ടിരിക്കേണ്ട മസ്റ്റ് വിസിറ്റ് പ്ലേസിലൊന്നാണ് തിരുവനന്തപുരത്തെ ഈ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. ലോകത്തിലെ ഏറ്റവും വൈവിധ്യമാർന്ന രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യ. ഇവിടുത്തെ ഓരോ സംസ്ഥാനത്തിൻ്റെയും പാരമ്പര്യ വസ്ത്രധാരണം കണ്ടു മനസ്സിലാക്കുന്നതിനുള്ള സൗകര്യവും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ തനത് കലാരൂപമായ കഥകളിയുടെ വിവിധ ഭാവങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ പഴയ നാലുകെട്ട് തറവാടുകളുടെ മിനിയേച്ചർ രൂപങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ പോകുന്ന വഴികളിൽ കടൽ മത്സ്യങ്ങളെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഒരുപാട് ജീവികളെ ഇത്തരത്തിൽ ഗ്ലാസ് ജാറുകളിൽ കേടാകാത്ത രീതിയിൽ ഫ്ലൂയിഡിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അടുത്തതായി വിവിധതരം മുട്ടകൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സെക്ഷനിലേക്കാണ് പോകുന്നത്. കോബ്രയുടെ എഗ്ഗ് തുടങ്ങി ഏറ്റവും വലിയ പക്ഷിയായ ഒട്ടകപ്പക്ഷിയുടെ എഗ്ഗ് വരെ നമുക്ക് കാണാൻ കഴിയും. ഇതിനോട് ചേർന്ന് തന്നെ വിവിധതരം ജീവികളുടെ ഭ്രൂണങ്ങളും സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായ അനേകം ജീവികളെ അടുത്തറിയാൻ ഒരു അവസരം കൂടിയാണ് ഈ മ്യൂസിയം നമുക്കായി ഒരുക്കുന്നത്. അടുത്തതായി ജീവികളുടെ കൊമ്പുകളുടെ സെക്ഷനിലേക്കാണ് പോകുന്നത്. കൊമ്പിനോട് ചേർന്ന് തന്നെ ജീവികളുടെ ഫോട്ടോയും വിവരങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
നമ്മൾ ജിയോളജി ഗാലറിയിലേക്കാണ് പോകുന്നത്. നമ്മൾ പണ്ട് പാഠപുസ്തകങ്ങൾ പഠിച്ചിട്ടുള്ള വിവിധ തരം ശിലകളെ നേരിട്ട് കണ്ടറിയാനുള്ള അവസരം ഈ മ്യൂസിയം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഈ വെക്കേഷൻ ഈ മ്യൂസിയത്തിൽ അടിച്ചു പൊളിക്കാം. എല്ലാരും നേരിട്ട് വന്ന് ഈ മ്യൂസിയം കാണണേ. ഈ മ്യൂസിയത്തിന്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.